ഗുഡ് മോർണിംഗ്. ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് ഇന്ത്യയിലാണോ യു കെയിലാണോ കൂടുതൽ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. യൂറോപ്പിൽ വന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പൊ ആ ടാക്സ് അടയ്ക്കുന്നതിന് കുറെ സ്ലാബുകളുണ്ട്. അപ്പൊ ഈ സ്ലാബുകളെ കുറിച്ചിട്ട് പലർക്കും വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഒരു ജോലിക്ക് ഒരു ടാക്സ്, രണ്ടാമത്തെ ജോലിക്ക് രണ്ടാമത്തെ ടാക്സ്, മൂന്നാമത്തെ ജോലിക്ക് മൂന്നാമത്തെ ടാക്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കഥകൾ ഇവിടെ ഇങ്ങനെ പുതുതായിട്ട് വന്നവരുടെ ഇടയിൽ പരക്കുന്നുണ്ട്. അങ്ങനെ പല കഥകൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു ജോലി, രണ്ട് ജോലി, മൂന്നാമത്തെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു സംസാരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ HMRCയുടെ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടിയ കുറച്ച് അറിവുകളും ഞങ്ങളുടെ ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയുടെ ബാക്കിയായിട്ടാണ്. ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മളിവിടെ നാട്ടിൽ ലോക്കലായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്നോണമാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നമ്മുടെ ഇവിടുത്തെ യൂറോപ്പിൽ, യു കെയിൽ, ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ലണ്ടനിൽ വന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള എത്ര വീതം അടയ്ക്കണം, എത്രയാണ് അതിൻ്റെ റേറ്റ്, ആ റേറ്റ് നമ്മൾ ഇതിനു മുമ്പ് ജോലി ചെയ്ത രാജ്യം, ഞാൻ ഇന്ത്യയിലായിരുന്നു ജോലി ചെയ്തത്. അപ്പൊ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഞാൻ അടച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ടാക്സും ഇവിടുത്തെ ഒരു ടാക്സും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ് നമുക്ക് എത്ര വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ. അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും സ്വാഗതം ലണ്ടൻ വിശേഷങ്ങളിലേക്ക്. നമുക്ക് ഈ യൂറോപ്പിൽ നിങ്ങൾ എത്ര ജോലിയിൽ നിന്ന് പൈസ ഉണ്ടാക്കിയാലും അതിന് ഒരു ജോലിക്ക്, ഫസ്റ്റ് ജോലിക്ക് ഇത്ര ശതമാനം സാലറി, സെക്കൻഡ് ഇൻകം ടാക്സ്, രണ്ടാമത്തെ ജോലിക്ക് ഇത്ര ശതമാനം ടാക്സ്, മൂന്നാമത്തെ ജോലിക്ക് ഇത്ര ശതമാനം ടാക്സ്, അങ്ങനെ ഒരു കാറ്റഗറൈസേഷനോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ എത്ര ജോലി വേണമെങ്കിലും ചെയ്യാം. ജോലി ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവേഴ്സിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര മണിക്കൂറേ നമുക്ക് ഒരാഴ്ചയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷനുകളുണ്ട്. അപ്പോൾ നമ്മുടെ മിനിമം വർക്കിംഗ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വരുന്നത് നമുക്ക് 37.5 മണിക്കൂറാണ്. അപ്പൊ 37.5 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ രാജ്യത്തുള്ള മിനിമം തുക വെച്ചിട്ട്, മിനിമം വേജ് വെച്ചിട്ട് 11.44 നമുക്ക് ഒരു മണിക്കൂർ നമ്മൾ ജോലി ചെയ്താൽ കിട്ടുന്ന പൗണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ 37 മണിക്കൂർ വീതം ആഴ്ചയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാർഷിക സാലറി ആയിട്ട് ഏകദേശം 22,000 പൗണ്ട്. നമുക്ക് ഇവിടെ ഒരു പേഴ്സണൽ അലവൻസ് ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഓരോ വ്യക്തികൾക്കും ടാക്സ് എക്സംഷൻ കിട്ടുന്ന ഒരു ലിമിറ്റ്. നമ്മുടെ നാട്ടിൽ നമുക്ക് എക്സംഷന് വേണ്ടിയിട്ട് ഇത്ര 2.5 ലക്ഷം ആയിരുന്നു ഞാനൊക്കെ ഉള്ളപ്പോൾ. പിന്നെ കുറച്ച് എമൗണ്ട് കൂട്ടിയോ ഇപ്പൊ ഈ പുതിയ ബഡ്ജറ്റിലൊന്നും എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഇവിടെ നമുക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, 2 ജോലിയുണ്ട്, 3 ജോലിയുണ്ട് കരുതുക. എത്ര ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോ ജോലികൾക്ക് ഇത്ര ശതമാനം ടാക്സ് എന്നൊരു സംഭവം ഇല്ല. നമുക്കിടെ ആ ഒരു കൺസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിലുള്ള തെറ്റിദ്ധാരണയാണ്. നമുക്കിടെ പേഴ്സണൽ അലവൻസ് എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരു എമൗണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ബേസ് റേറ്റ് അത്രയും രൂപ വരെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുകളിൽ വരുന്ന എമൗണ്ടിന് നമ്മൾ ഫസ്റ്റ് സ്ലാബിൽ നമ്മൾ 20% ടാക്സ് അടയ്ക്കണം. പിന്നെ സെക്കൻഡ് സ്ലാബിൽ നമുക്ക് അടയ്ക്കേണ്ടത് 40% ടാക്സ് ആണ്. തേർഡ് സ്ലാബിൽ, ഹയർ റേറ്റ് എന്നാണ് അതിന് പറയുക, തേർഡ് സ്ലാബിൽ നമ്മൾ അടയ്ക്കേണ്ടത് 45%. ഈ 3 സ്ലാബുകളാണ് ഇവിടെ ഇൻകം ടാക്സിനുള്ളത്. ഒന്ന് നമ്മൾ അടയ്ക്കേണ്ടാത്തതുണ്ട്, പിന്നീട് 20, 40, 45 ഇങ്ങനെ 3% നമ്മൾ ജോലി ചെയ്യുന്ന എമൗണ്ടിന്റെ ഇത്ര ശതമാനം വീതമാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് കേട്ടോ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി മൊത്തം ഒരു വർഷം നിങ്ങൾ XYZ 3 ജോലിയിൽ നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് 15,000 പൗണ്ട് ഉണ്ടെന്ന് കരുതുക, അസ്യൂം ചെയ്യുക. 15,000 പൗണ്ട് ഉണ്ടെങ്കിൽ 12,570 പൗണ്ട് വരെ നമുക്ക് എക്സംഷനുള്ള വേജസ് ആണ്. എന്ന് വെച്ചാൽ പേഴ്സണൽ അലവൻസ് എന്നാണ് അതിന് പറയുക. നോർമലായിട്ട് ഒരു വ്യക്തി നമ്മൾ 37 മണിക്കൂർ ഒരു ജോലി വെച്ചിട്ട് കോൺട്രാക്റ്റിലുള്ള ഒരു വ്യക്തിക്ക് 12,570 പൗണ്ടാണ് അതിന്റെ ഫസ്റ്റ് സ്ലാബ്. അതുവരെ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിൽ താഴെ പൈസ കിട്ടുന്നവർക്കും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നെ പോലെയുള്ള വ്യക്തിക്കൊന്നും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ 12,570 സ്ലാബിന്റെ താഴെയാണ് അറ്റ് പ്രസന്റ്ലി ഉള്ളത്. കാരണം നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 എന്ന് വെച്ചാൽ നാട്ടിലത്തെ 12,57,000 രൂപ വരെ നമുക്ക് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് ഇല്ല കേട്ടോ ഈ രാജ്യത്ത്. പക്ഷേ നമുക്കിടെ ഈ രാജ്യത്തെ മിനിമം വേജ് നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ
നമ്മൾ ഏകദേശം നമുക്കൊരു മാസത്തിൽ പേഴ്സണൽ അലവൻസിന്റെ മുകളിലായിരിക്കും നമുക്ക് ഒരു വർഷത്തിൽ സാലറി കിട്ടുക കേട്ടോ. അപ്പോൾ ഏതൊരു ഫുൾ ടൈം ജോലിക്ക് പോകുന്ന വ്യക്തിയും ഈ രാജ്യത്ത് ടാക്സ് അടയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. ഇപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ടേക്ക് ഹോം സാലറി. ഈ ടേക്ക് ഹോം സാലറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു 21,000 പൗണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബേസിക് വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 11.5 പൗണ്ട് വെച്ചിട്ട് 11.44 പൗണ്ട് വെച്ചിട്ട് നമ്മൾ 37 മണിക്കൂർ ആഴ്ചയിൽ ഫുൾ ടൈം ജോലി ചെയ്യണ വ്യക്തിക്ക് ഏകദേശം 1,000 പൗണ്ടോളം. അപ്പോൾ ഈ 21,000 പൗണ്ട് നമുക്ക് ഇവിടെ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തി അടയ്ക്കേണ്ട എമൗണ്ട് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന എമൗണ്ടിൻ്റെ അകത്തുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഈ മൊത്തം കിട്ടുന്ന ശമ്പളം. അതിൻ്റെ അകത്ത് നമുക്ക് 20% ഓഫ് ടാക്സ്, ഇത്ര എമൗണ്ട് ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12,570 കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. അതിനുശേഷമുള്ള കാര്യമാണ് നാഷണൽ ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണും 7,776 ഓളം പൗണ്ട്. 776 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ 77,000 രൂപയായിട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തിൽ നമ്മൾ 77,000 പൗണ്ട് നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് അടയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഇൻഷുറൻസ് നമ്മുടെ ആരോഗ്യ മേഖലയെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യണത്, ഈ രാജ്യക്കാരെങ്ങനെയാണ് കൺസിഡർ ചെയ്യണത്, അത്രയും പൈസ നമ്മൾ നിർബന്ധമായിട്ട് ഇത് അടച്ചതിന് ശേഷമേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. അപ്പോൾ ടേക്ക് ഹോം സാലറി എന്ന് പറഞ്ഞ എമൗണ്ട് ആണ് അതിൻ്റെ താഴെ കിടക്കുന്നത്. 19,000 പൗണ്ട് ഏകദേശം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. 19,000 സംതിങ് എമൗണ്ട് ആണ് ഉള്ളത്. ഇത്ര എമൗണ്ട് ആണ് നമുക്ക് ടേക്ക് ഹോം സാലറി ആയിട്ട് നമുക്ക് ഉണ്ടാവുക. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻഷുറൻസും പോയി ടാക്സും പോയി. ഇപ്പൊ ഇതേ സംഭവം തന്നെ നമ്മൾ നാട്ടിലാണെങ്കിൽ 21 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാള് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ടാക്സ് റെജീം പുതിയത് വെച്ചിട്ട് ഞാൻ മാക്സ് ലൈഫിന്റെ സൈറ്റിൽ പോയിട്ട് നോക്കിയായിരുന്നു. ഏകദേശം 3,09,000 രൂപ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ടാക്സ് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്താണോ ടാക്സ് കൂടുതൽ? അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ, നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ www.government.uk എന്നുള്ളിടത്ത് പോയിട്ട് ടാക്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. ജസ്റ്റ് അതിൽ നമ്മുടെ മാസ വരുമാനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാർഷികമായിട്ട്, ഇപ്പം ഞാൻ ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തേക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ പേഴ്സണൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഹൗസിംഗ് ലോൺ എടുക്കുന്നു, കാര്യങ്ങൾ എടുക്കുന്നു. അങ്ങനെ ഹൗസിംഗ് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പോൾ പേഴ്സണൽ അലവൻസ് എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെ കുറേ വ്യത്യാസങ്ങൾ വരും ഇവിടെയും ഹൗസിംഗ് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇനി ഇതിന്റെ സെക്കൻഡ് സ്ലാബിലും ഫസ്റ്റ് സ്ലാബും സെക്കൻഡ് സ്ലാബും പറഞ്ഞല്ലോ, സെക്കൻഡ് സ്ലാബും തേർഡ് സ്ലാബും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് 50,270 നമ്മുടെ സെക്കൻഡ് സ്ലാബ് എന്ന് പറഞ്ഞു. ആ സെക്കൻഡ് സ്ലാബിന്റെ മുകളിൽ പലരും നമുക്ക് ഇവിടെ ഓവർ ടൈം ഒക്കെ ചെയ്ത് 50,000 പൗണ്ടിന്റെ മുകളിൽ സാലറി ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ബിസിനസ്സുകാരുണ്ടാക്കുന്നുണ്ട്, കടയൊക്കെ ഉള്ളവരുണ്ടാക്കുന്നുണ്ട്. 50,000 പൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള 50,000 രൂപ പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ നാട്ടിലെ. ഈ 50 ലക്ഷം രൂപ വാർഷിക സാലറി ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരെത്ര പൗണ്ടാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ഇനി ഒരു 45,000 പൗണ്ട് കിട്ടുന്നവർ. അപ്പോൾ പലരുടെയും ഒരു മിസ് കൺസെപ്റ്റ് ആണ് ഈ 45,000 രൂപ കിട്ടുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശമ്പളത്തിനേക്കാളും കുറച്ചാണ് 50,000 പൗണ്ടിന്റെ മുകളിൽ പണിയെടുക്കുന്നത്. കാരണം ടാക്സിന്റെ സ്ലാബ് മാറിയല്ലോ. 45,000 അടയ്ക്കുന്ന വ്യക്തിക്ക് 20,000 20%, 50,000 മുകളിൽ അടയ്ക്കുന്നവർക്ക് 40% ടാക്സിലേക്ക് പോയി. പക്ഷെ അവിടെ ഈ ഹോൾ എമൗണ്ടിലല്ല ടാക്സ് മേടിക്കുന്നത്. ഈ 50,270 മുകളിലേക്കുള്ള എമൗണ്ടിന് മാത്രമേ നമ്മൾ 40% ഇവർ മേടിക്കുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. ആ ടാക്സ് അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇതായിട്ട് എടുക്കുമ്പോൾ, മൊത്തത്തിൽ എടുക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ അലവൻസിൽ, കാരണം നമ്മുടെ നാട്ടിൽ 2,50,000 വരെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ നമുക്ക് ടാക്സ് അടയ്ക്കുന്ന വ്യക്തികൾ വളരെ കുറവാണ്. പക്ഷെ ഇവിടെ 12,570 എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ 12 ലക്ഷത്തോളം രൂപയാണ് ഇവിടുത്തെ ടാക്സബിൾ റേഞ്ച് മിനിമം പേഴ്സണൽ അലവൻസ് അടയ്ക്കേണ്ടാത്ത എമൗണ്ട്. എന്നിട്ട് പോലും ഇവിടെ ടാക്സ് അടയ്ക്കുന്ന വ്യക്തികൾ ഒരു 90% ആളുകളോടും ടാക്സ് അടയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിംഗ് പേരന്റുകളൊക്കെ ആയിട്ടുള്ളവർക്കാണ് ടാക്സ് അടയ്ക്കേണ്ടാത്തുള്ളത്. പക്ഷെ അങ്ങനെയുള്ളവരും ഈ പറഞ്ഞ പോലെ ഡെലിവറി ജോബുകൾക്കും മറ്റുള്ള ജോലികൾക്കൊക്കെ പോയിട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ വരുമാനം ഉണ്ടാക്കിയാലും 12,570 മുകളിലായി കഴിഞ്ഞാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. 51 ലക്ഷം രൂപ നാട്ടിൽ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തി ടേക്ക് ഹോം സാലറി ആയിട്ട് ഉണ്ടാവുക. അദ്ദേഹം അടയ്ക്കേണ്ട ടാക്സ് 12 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം നാട്ടിൽ.
അപ്പോൾ 51-12 പോയി കഴിയുമ്പോൾ ഏകദേശം 39 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുക. നമ്മുടെ നാട്ടിലൊക്കെ ഈ IT മേഖലകളിലും സോഫ്റ്റ്വെയർ മേഖലകളിലും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്, ONGC അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകാർ, മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ 50 ലക്ഷം രൂപയുടെ മുകളിൽ 50 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ഒരു വാർഷിക ടേൺ ഓവറെങ്കിൽ അദ്ദേഹം സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഇൻകം ടാക്സ് ഏകദേശം 12 ലക്ഷം രൂപയായിരിക്കും നാട്ടിൽ. ആ എമൗണ്ട് നമുക്ക് ഇവിടെ യൂറോപ്പിൽ വരുമ്പോൾ അത് 11 ലക്ഷം രൂപയോളം വരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനീഷ്യൽ പേഴ്സണൽ അലവൻസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ടല്ലോ, അതിലുള്ള വ്യത്യാസമാണ് അത്. നമുക്ക് നാട്ടിൽ 2.5 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുള്ളതിനൊക്കെ നമ്മൾ ടാക്സ് അടയ്ക്കണം, പല സ്ലാബുകളിൽ അടയ്ക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 12 ലക്ഷം കഴിഞ്ഞിട്ടുള്ളതിന് 50 വരെ നമുക്ക് ഒരു സ്ലാബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വ്യത്യാസം ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 51 ലക്ഷം രൂപ നാട്ടിൽ ശമ്പളം കിട്ടുന്നവനും ഇവിടെ ശമ്പളം കിട്ടുന്നവനും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ടാക്സിൽ ഇവിടെ 1 ലക്ഷം രൂപയോളം കുറച്ച് കൊടുത്താൽ മതി വാർഷിക ടാക്സിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് യൂറോപ്പ് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്പിലെ ടാക്സ് കുറവെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കിയ രീതിയാണ്. എന്നെ ഈ ഭാഗത്തുകൊണ്ടാണ് നാട്ടിലാണ് ടാക്സ് കുറവെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നിങ്ങൾ കമൻറ്റുകൾ എഴുതുക. കമൻറ്റുകളിൽ നമുക്ക് ആ ടാക്സിൻ്റെ കാൽക്കുലേഷനും കമ്പാരിസണൊക്കെ രേഖപ്പെടുത്തുക. നമുക്ക് ഒരു ബാൻഡ് 5 ഇലക്ട്രീഷ്യന് ഇൻ്റർവ്യൂവിന് കോൾ ലെറ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് 5000 പൗണ്ട് സ്റ്റാർട്ടിംഗ് ബോണസ് വരെ നൽകുന്നുണ്ട്. മീൻസ് 5 ലക്ഷം രൂപ നമുക്ക് ആ ജോലി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയധികം വേക്കൻസികൾ ഉണ്ട് ഇവിടെ. പക്ഷെ വേക്കൻസികൾക്ക് ക്വാളിഫിക്കേഷനുള്ള ആളുകളില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. NHS ജോലി ചെയ്യുന്ന ഒരു ബാൻഡ് 5 നേഴ്സല്ല കേട്ടോ, ഇലക്ട്രീഷ്യൻ. ഒരു ഇലക്ട്രീഷ്യന് ബാൻഡ് 5 സാലറിയാണ് NHS നൽകുന്നത്. സപ്പോർട്ടിങ് സ്റ്റാഫുകളൊക്കെ ബാൻഡ് 2, ബാൻഡ് 3, ബാൻഡ് 4, ബാൻഡ് 5. ഇപ്പോൾ ഒരു നേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് 4-ലാണ്. അപ്പോൾ ഒരു നേഴ്സിനേക്കാളും ഹയർ ആയിട്ടുള്ള സാലറി നൽകുന്നുണ്ട്. ബാൻഡ് 5 സാലറിയാണ് ഇലക്ട്രീഷ്യന്മാർക്ക് നൽകുന്നത്. എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ ബാൻഡ് 7, ബാൻഡ് 6, ബാൻഡ് 8 അങ്ങനെ ബാൻഡ് 9-ലോട്ടൊക്കെ പോവും. ഒരു മാസ്റ്റേഴ്സൊക്കെ ഉള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജർക്ക്, അങ്ങനെയൊക്കെയാണ് ഒരു പൊസിഷൻ പറയുക. അപ്പോൾ ബാൻഡ് 7-ഉം ബാൻഡ് 8-ൻ്റെ ഒക്കെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലാണ് സാലറി റേറ്റ്. അവിടെയൊക്കെ ഈ 50,000 പൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് ഒന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബാൻഡ് 5 ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ്റെ സാലറിയുടെ മാക്സിമം സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36,000 പൗണ്ടാണ്. അപ്പോൾ 36,483 പൗണ്ടാണ് ശരിക്കും ഒരു ബാൻഡ് 5 ഇലക്ട്രീഷ്യന് കൊടുക്കുന്ന സാലറി. ഇലക്ട്രീഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. ബാൻഡ് 5-ലുള്ള ഇലക്ട്രീഷ്യന് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന ശമ്പളം 36 ലക്ഷം രൂപയായിരിക്കും. 483 പൗണ്ട് വരുമാനമായിട്ട് ആനുവൽ സാലറി ആയിട്ട് കിട്ടുന്ന ഒരു ഇലക്ട്രീഷ്യൻ നൽകേണ്ട പേഴ്സണൽ അലവൻസ് അദ്ദേഹത്തിന് ടാക്സ് എക്സംഷൻ കിട്ടുന്നത് 12,570 പൗണ്ട് ആയിരിക്കും. ഈ 12,570 പൗണ്ട് ഈ 36,483 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ 20% ടാക്സ് ആണ് നൽകേണ്ടത്. കാരണം 12,000-ന്റെ മുകളിലോട്ടും 50,000-ന്റെ താഴെയുള്ള എമൗണ്ടിന് നമ്മൾ 20% ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് ഏകദേശം നമുക്ക് 24,000 പൗണ്ടോളം ഉണ്ടാവും. 24,000 പൗണ്ടിന്റെ 20% എന്ന് പറയുമ്പോൾ ഏകദേശം 4,600 സംതിങ് പൗണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത്രയും പൗണ്ടാണ് നമ്മൾ ഒരു വർഷം ടാക്സ് അടയ്ക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യൻ ഇവിടെ 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ എമൗണ്ട് നമ്മൾ ഒരു വർഷത്തിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് കാര്യങ്ങൾക്കായിട്ട് ഏകദേശം 2 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇൻഷുറൻസ് എമൗണ്ട് അടയ്ക്കുന്നുണ്ട്. ടാക്സും എമൗണ്ടും കൂട്ടിയിട്ട് നമ്മൾ ഒരു 6 ലക്ഷം രൂപ ഒരു ഇലക്ട്രീഷ്യൻ 36 ലക്ഷം രൂപ ഒരു വർഷത്തിൽ കിട്ടുന്ന, ലക്ഷത്തിൽ പറയുന്നത് നമ്മൾ നാട്ടിലുള്ളവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒരു വർഷത്തിൽ ഒരു 36 ലക്ഷം രൂപ ശമ്പളമായിട്ട് കിട്ടുന്ന ഒരു ഇവിടുത്തെ ഉള്ള ഒരു ഇലക്ട്രീഷ്യന് 6 ലക്ഷം രൂപ ടാക്സും ഇൻഷുറൻസും അടയ്ക്കണം. പിന്നെ ഒരു 15 ലക്ഷം രൂപ വീട്ടുവാടക നൽകേണ്ടി വരും. പിന്നീട് ഫുഡ്, കൗൺസിൽ ടാക്സുകൾ, അങ്ങനെയുള്ള ബില്ലുകളും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ ഏകദേശം അത്യാവശ്യം നല്ല ചെലവുള്ള രാജ്യമാണ്. 1000 പൗണ്ട് സാലറി കിട്ടുന്ന ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ബാൻഡ് 5-ലുള്ള ഒരു സ്റ്റാഫ്, അതേത് സ്റ്റാഫായാലും ഹോസ്പിറ്റലുകളിലൊക്കെ ബാൻഡ് വെച്ചിട്ടാണ് പറയുക, അവർക്കുടെ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന എമൗണ്ട് 29,100 സംതിങ് 180 എന്തോ. അപ്പോൾ അത്ര എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ഒരു ബാൻഡ് 5-ന്റെ ടോപ്പ് റേഞ്ചിലുള്ള ഒരു സാലറിയിൽ നിൽക്കുന്ന ഒരു ബാൻഡ് 5 ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നൽകേണ്ട ടാക്സും ഇൻഷുറൻസും
ടേക്ക് ഹോം സാലറി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്രയധികം നമുക്ക് ഇവിടെ ബേർഡനുകൾ ഓരോ വ്യക്തികളും ജോലി എടുക്കുന്ന എല്ലാ വ്യക്തികളും നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ബാൻഡ് 5-ലുള്ള ഒരു ഇലക്ട്രീഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ബാൻഡ് 5-ലുള്ള നേഴ്സിന്റെ സാലറി ഇതൊക്കെ തന്നെയായിരിക്കും. ബാൻഡ് 5-ലുള്ള സാലറി ഇത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ബാൻഡ് 6-ലുള്ള സാലറി വേറെ ആയിരിക്കും, അടുത്ത ഹയർ റേഞ്ച് ആയിരിക്കും. ഇനി ബാൻഡ് 2-ലൊക്കെ ഉള്ള ബാൻഡ് 2-ലാണ് അപ്രന്റീസുകൾ, മെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളവര്, അവരൊക്കെ ബാൻഡ് 2 ആണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാൻഡ് 5 ഇലക്ട്രീഷ്യൻ NHS ഹോസ്പിറ്റലുകളാവുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ടേക്ക് ഹോം സാലറി ആയിട്ട് ഒരു വർഷത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാലറി നമുക്ക് 29,000 പൗണ്ടായിരിക്കും. അപ്പോൾ 36 കിട്ടുന്നതിനകത്ത് 6 1 7 മൊത്തത്തിൽ ഒരു 7,000 പൗണ്ടോളം നമുക്ക് ഇൻഷുറൻസും ടാക്സും ആയിട്ട് മാറും വർഷത്തിൽ. അപ്പോൾ നമ്മൾ 4,78,000 രൂപ ഇൻകം ടാക്സ് നമ്മൾ ഇവിടെ അടയ്ക്കുന്നുണ്ടെന്ന് കരുതുക. ബാൻഡ് 5-ലുള്ള ഒരു നേഴ്സായിട്ട് എടുക്കുക. നേഴ്സാണെങ്കിൽ നമ്മുടെ നാട്ടില്, നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തില് ഒരു നേഴ്സിന് ഈ ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് പോലും ഗ്രോസ് സാലറി ആയിട്ട് നൽകുന്നില്ല എന്നുള്ളത്, ടാക്സും ഇൻഷുറൻസും കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ പറയേ വേണ്ട. 7 ലക്ഷം രൂപയൊക്കെ നമ്മുടെ നാട്ടിലൊരു നേഴ്സിന് കിട്ടുന്നു. കാരണം എൻ്റെ വൈഫ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് 26,000 രൂപയാണ്. ആ 26,000 രൂപയാണ് സർക്കാർ 40 നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും 26,000 അവസാനം അവൾ ഡ്രോ ചെയ്ത സാലറി. അപ്പോൾ ആ 26,000 വെച്ചിട്ട് വേണ്ട 30 കൂട്ടി കഴിഞ്ഞാലും 13 36 3,60,000 രൂപയാവുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈ യൂറോപ്പിലേക്ക് ഇങ്ങനെ നേഴ്സുമാരുടെ കുത്തൊഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നേഴ്സുമാർ പോരുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡന്റുമാരായിട്ടുള്ളവർ നിർബന്ധമായിട്ടും പോകുന്നേ തീരൂ. കാരണം കൊച്ചുങ്ങളെയും കൊണ്ട് പോരും. അല്ലാത്ത പക്ഷം ഭാര്യ ഗൾഫിൽ നമ്മൾ പണ്ട് ജോലി ചെയ്ത പോലെ ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും എന്നുള്ള പോലെ ഭാര്യ യൂറോപ്പിലും ഭർത്താവ് നാട്ടിലും ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെയിലേക്ക് മാറിപ്പോകും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക ഫാമിലീസും നാട്ടിലെ ജോലികളെല്ലാം ക്വിറ്റ് ചെയ്ത് യൂറോപ്പിലോട്ട് പോരാൻ കാരണം. യൂറോപ്പിലോട്ട് വരുന്നവരാരും തിരിച്ചു പോകാണ്ടിരിക്കാനുള്ള പ്രധാന കാരണവും ഈ സമ്പത്ത് തന്നെയാണ്. സാലറി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു ചേച്ചി കമന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഈസ് ഫാർ ബെറ്റർ ദാൻ UK എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കമന്റ് വായിച്ചു കഴിഞ്ഞിട്ട് 2-3 തവണ ഞാൻ അങ്ങനെ വായിച്ചു. പക്ഷെ അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഒരു മനസ്സിലായി, എക്സെപ്റ്റ് സാലറി എന്ന് പറയുമ്പോൾ സാലറി ഒരു വലിയ ഫാക്ട് അല്ലേ നമ്മുടെ കുടുംബജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സെക്യൂർ ചെയ്യുന്നതിന് ഒക്കെ നമുക്ക് പണമല്ലേ ആവശ്യം. നാട്ടിൽ പണം കിട്ടുന്നില്ല, ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട്, സുഖങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, പണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ചേച്ചി അങ്ങനെ എനിക്ക് കമന്റ് എഴുതിയെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാവർക്കും പണവും വേണ്ടേ ജീവിക്കാൻ. ജീവിതം എന്ന് പറയുന്നത് പണം മാത്രമല്ല. പക്ഷെ പണമില്ലാതെ നമുക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ മേടിക്കാനും നല്ല നല്ല ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കാനും നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടെ ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് ബാൻഡ് 5 ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ ജോലിക്ക് പോയി നമ്മൾ ശമ്പളം കിട്ടി നമ്മൾ ടാക്സ് അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. ഇൻഷുറൻസും കൂട്ടിയിട്ട് 7 ലക്ഷം എമൗണ്ടാണ്. ഞാൻ നാട്ടിലൊരു സ്ഥാപനത്തിൽ ജോലി എടുക്കുന്ന സമയത്ത് എൻ്റെ വാർഷിക ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 12 മാസം കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന എമൗണ്ട് 9 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് നമുക്ക് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടാക്സും ഇൻഷുറൻസും അടയ്ക്കുന്ന എമൗണ്ട് മാത്രം നമുക്ക് നാട്ടിൽ കിട്ടുന്ന കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സാലറി മൊത്തം സാലറിയിലേക്ക് വരും. അതൊക്കെ തന്നെയാണ്, പണം തന്നെയാണ് ഈ യൂറോപ്പിലെ ആളുകളെ പിടിച്ചു നിർത്താനുള്ള കാരണം കേട്ടോ. അപ്പോൾ ടാക്സും ഇൻഷുറൻസും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. വീണ്ടും സംസാരിക്കാവുന്നതാണ്. മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം.